കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ ന്യായീകരിച്ച് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദേവ്സായ് മനുഷ്യക്കടത്തിനും മതപരിവർത്തനത്തിനും ശ്രമം നടന്നുവെന്നും മുഖ്യമന്ത്രി വിഷ്ണു ദേവ്സായ് എക്സ്പോസ്റ്റിൽ പ്രതികരിച്ചു. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് നിർഭാഗ്യകരമെന്നും വിഷ്ണു ദേവ്സായ് കുറ്റപ്പെടുത്തി. ഛത്തീസ്ഗഡിലെ ദുർഗിൽ നിന്ന് അജീഷ് ജയകുമാർ ചേരുകയാണ്. അജീഷ്, അറസ്റ്റുമായി ബന്ധപ്പെട്ട് എന്ത് ന്യായീകരണമാണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ പറയുന്നുണ്ടോ? തെളിവുകളെ കുറിച്ച് പറയുന്നുണ്ടോ? ഈ പോസ്റ്റിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അത്തരത്തിൽ ഒരു തെളിവുകൾ നിരത്തിക്കൊണ്ടല്ല അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഒരു അറസ്റ്റ് നടന്ന 3 ദിവസത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം വന്നിട്ടുള്ളത്. അത് ലോക്സഭയിലും രാജ്യസഭയിലും പാർലമെന്റിന് പുറത്തുമടക്കം വലിയ പ്രതിഷേധങ്ങൾ കണ്ടു. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഈ നടപടിക്കെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു വിമർശനം ഉന്നയിച്ചത്. കൂടാതെ ഇടത് എംപിമാരും UDF എംപിമാരും അടക്കമുള്ളവർ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്കടക്കം ഈ വിഷയം ഉന്നയിച്ച് കത്ത് അയച്ചിരുന്നു. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം എക്സ്പോസ്റ്റ് ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു. അതിൽ പ്രധാനമായും വിഷ്ണുദേവ് സായി പറയുന്നത് ഇത് സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും സുരക്ഷ സംബന്ധിച്ച വിഷയമാണ്. അത് രാഷ്ട്രീയവൽക്കരിക്കുന്നത്, അങ്ങനെ ചെയ്യുന്നത് ദൗർഭാഗ്യകരമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഈ പെൺകുട്ടികളെ നാരായൺപൂർ എന്ന് പറയുന്ന ബസ്തറിലെ നാരായൺപൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് എത്തിച്ചത് നഴ്സിംഗ് പരിശീലനവും തൊഴിലും വാഗ്ദാനം ചെയ്തുകൊണ്ടാണ്. അതായത് പ്രലോഭിപ്പിച്ച് മതം മാറ്റാനുള്ള ഒരു ശ്രമം ഇവിടെ നടന്നിട്ടുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. വിഷയം സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഗുരുതരമായ കാര്യമാണ്. അതുകൊണ്ട് നിയമത്തിന്റെ വഴിയിൽ പോവും. കോടതിയുടെ പരിഗണനയിലാണ് നിലവിൽ കേസ് നിൽക്കുന്നത്. എല്ലാ മതങ്ങളും ഐക്യത്തോടെ ജീവിക്കുന്ന സമാധാനത്തിന്റെ ഒരു നാടാണ് ഛത്തീസ്ഗഡ് എന്നും അദ്ദേഹം എക്സ്പോസ്റ്റിൽ പറയുന്നുണ്ട്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.